അതിൽ നെടുമുടി വേണു ഇന്നസെൻറ്റിനോടായിട്ട് പറയുന്നുണ്ട്. അതായത് ചന്ദ്രയ്ക്ക് അപ്പുക്കുട്ടനെ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ലേഖയ്ക്കും ലേഖയും അപ്പുക്കുട്ടനും ഓൾറെഡി ഇഷ്ടത്തിലാണ്. അപ്പോൾ പോയിട്ട് പിൻവാങ്ങാനായിട്ട് പറയുന്നൊരു സീനുണ്ട്. ഈ സീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മനസ്സിലാക്കാം ഈ ഇരവിക്കുട്ടിപ്പിള്ള എന്ന ആളും ഈ വർമ്മസാറും തമ്മിൽ മാനസികമായിട്ടൊരു സംഘർഷമുണ്ട്. നെടുമുടി വേണു പോയിട്ട് ഇന്നസെൻറ്റിനോട് പറയാണ്, അതായത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സും എൻ്റെ മകളുടെ ജീവിതവും നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ട് നിങ്ങളുടെ മകളോട് പിൻവാങ്ങാൻ പറയണം. അത് ഇന്നസെൻറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മകളുടെ ആഗ്രഹവും ഇഷ്ടവും മനസ്സിലുണ്ടൊരു അച്ഛനും ഇവിടെ നെടുമുടി വേണു എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഗ്രാറ്റിറ്റ്യൂഡ്, അതേപോലെ സുഹൃത്തിനോട് ലോയൽറ്റി, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അയാൾ പെടുന്നൊരു സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡിയൻറ്റോളജി വഴി എങ്ങനെയാണ് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ ഇന്നസെൻ്റ് ഒരു ഡിയൻറ്റോളജിസ്റ്റ് ആവുകയാണ്. അതായത് തൻ്റെ മകളുടെ ആഗ്രഹവും തൻ്റെ മകളുടെ ഇഷ്ടവും ഇയാൾ വകവയ്ക്കുന്നില്ല. അയാളുടെ ഫ്രണ്ട്ഷിപ്പിന് ഉള്ള ലോയൽറ്റിയാണ് അയാൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഇവിടെ ഈ റോഡിൻ്റെ, അതായത് ഈ ഫിലോസഫിയുടെ ഒരു വേറെ ട്വിസ്റ്റ് വരുന്നുണ്ട്. അതിനെയാണ് കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇയാളുടെ മകളിനെ ഇയാൾ ടൂളായിട്ട് ഉപയോഗിച്ചു. മകളുടെ ഇഷ്ടവും അതും വേറെ അയാളുടെ ഫ്രണ്ടിൻ്റെ കുടുംബ പ്രശ്നവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിനും മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഈ മകളുടെ ഇഷ്ടവും സ്നേഹവും അയാൾ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു. ശരിക്കും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്.